ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരിതാണ്. ഇത് ഹെയർ ബാൻഡാണ്. ഇതിന് വേണ്ടി നമുക്ക് 3 അക്സസറീസാണ് ആവശ്യം. ഒന്ന് മെറ്റാലിക് ഹെയർ ബാൻഡ്, അത് ഗോൾഡാണോ സിൽവർ ആണോ. നമ്മൾ ഗോൾഡ് എടുക്കുമെങ്കിൽ നമ്മൾ മേളിൽ സ്റ്റോൺ ചെയിൻ എടുക്കുമ്പോൾ ആ ഒരു ഷെയ്ഡുള്ളത് എടുക്കാം. ഞാനിപ്പോൾ മെറ്റാലിക് എടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്ന വയറും മെറ്റാലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ കളറാണ് കേട്ടോ. അതുപോലെ തന്നെ ഹെയർ നമ്മുടെ സ്റ്റോൺ ചെയിനും സിൽവർ കളറാണ്. അപ്പോൾ 0.4ൻ്റെ വയറ് ഞാൻ അതിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റി. എന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്ന 5mm ബീഡ്സ് കംപ്ലീറ്റ് അതിലേക്ക് കോർത്തു. എന്നിട്ട് അതിൻ്റെ ഒരു എഡ്ജ് ഞാൻ ഹെയർ ബാൻഡിൽ ടൈ ചെയ്തു. അടുത്ത എഡ്ജ് അതിൻ്റെ എൻഡ് ഞാൻ ഒരു ബീഡിട്ട് അവിടെ അങ്ങ് ടൈ ചെയ്തു. കാരണം നമ്മളിത് ടൈ ചെയ്ത് വരുമ്പോൾ ബീഡ്സ് നമ്മൾ കംപ്ലീറ്റ് കോർത്തിട്ട് ചെയ്യുമ്പോൾ അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ട് ബീഡ്സ് വെച്ചിട്ട് കംപ്ലീറ്റ് അങ്ങ് കോർത്തെടുക്കുക. വേറെ ഒന്നുമില്ല, 2 ബീഡ്സ് എടുക്കുക, കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ചുറ്റിയെടുക്കുക. കോർത്ത് നമ്മൾ ചെയ്യത്തില്ലേ അതുപോലെ അങ്ങ് ചുറ്റിയെടുത്ത് ചെയ്താൽ മതി. ഇതിൽ വേറെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. വളരെ 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 സിമ്പിളാണ് കേട്ടോ. ഇത് പല കളർ വെറൈറ്റിയിൽ ചെയ്യാം. പിന്നെ ബീഡ്സിൻ്റെ സൈസ് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വീതിയുള്ള ഹെയർ ബാൻഡ് എടുക്കണം. 2 ബീഡ്സ് ഇട്ടിട്ട് അതിൻ്റെ സെൻറ്ററിലാണ് ആ സ്റ്റോൺ ചെയിൻ നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സൈസ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. നോക്കി, ഇത് പ്ലെയിനായിട്ട് ചെയ്യുമ്പോൾ തന്നെ വളരെ ഭംഗിയാണ് കേട്ടോ. സ്റ്റോൺ ചെയിൻ കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ മനോഹരമാക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നിങ്ങൾക്കത് മാറ്റിക്കോളാം. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 പേർക്കായിട്ട് ചെയ്ത ഒരു ഹെയർ ബാൻഡായിരുന്നു കേട്ടോ. 2 എണ്ണം ചെയ്തതായിരുന്നു. അവസാനം അതിൻ്റെ എഡ്ജ് എന്ത് ചെയ്തു, ശരിക്കും ലാസ്റ്റ് നമ്മൾ ചെയ്ത് നിർത്തുമ്പോൾ 2 സൈഡും ഒരുപോലെ ആക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് നന്നായിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ നന്നായിട്ട് ടൈറ്റ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കുക. നോക്കിയേ ഇതുപോലെ. എന്നിട്ട് അവിടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങ് ഇരിക്കും. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത് ഞാൻ ഇതിൻ്റെ മേലിൽ ഇനി വേറെ ഒന്നുമില്ല, ഇതിൻ്റെ മേലെ ആ 2 ബീഡ്സ് ഇല്ലേ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ നമ്മൾ സ്റ്റോൺ ചെയിൻ വീതി കുറഞ്ഞതാണ്. വീതി കൂടിയതെടുത്ത് കഴിഞ്ഞാൽ നമുക്കതോടെ ഒട്ടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒട്ടിച്ചാൽ അതിൻ്റെ ഒരു ഭംഗി കാണത്തില്ല. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് ഒട്ടിച്ച് കൊടുത്തിട്ട് വേണം സ്റ്റോൺ ചെയിനിൽ ഒട്ടിക്കാൻ. പൂർണ്ണമായി അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കാൻ നിൽക്കരുത്. ഇനി ഇത് തീരെ ചേർത്ത് വേണമെങ്കിലും വയ്ക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിന്. പിന്നെ ഇത് പേളുമായിട്ട് മിക്സ് ചെയ്ത് വരുന്നതുണ്ട് സ്റ്റോൺ ചെയിൻ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റി ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കി, ഇതുപോലെ ഇത് വളരെ എളുപ്പമല്ലേ, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ ബാൻഡാണ്. ആർക്കും ചെയ്യാം. ഇതിന് വേണ്ടി ഇതൊക്കെ പഠിക്കണമെന്നോ ഇതൊക്കെ അറിയണമെന്നോ ഒന്നുമില്ല. ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പമായിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തെടുക്കാം. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് അങ്ങ് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേറെ ഒന്നുമില്ല, അത് തന്നെയാണ്. അത്രയും ഞാൻ ഒട്ടിച്ചു. അതിനുശേഷം എൻഡ് ടേപ്പും കൊടുത്തു. ഈ എൻഡ് ടേപ്പ് ഞാൻ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ എളുപ്പമാണ്. അതുകൊണ്ടാണ്. അല്ലാതെ ഇത് മീറ്റർ കണക്കിനാണ് വാങ്ങിക്കുന്നത് കേട്ടോ. എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട് ഇതിങ്ങനെ പീസായിട്ടാണോ കിട്ടുന്നതെന്ന്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.